ശ്രീ സെൻകുമാർ, ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി DGPക്ക് 2 മാസം മുൻപ് കത്ത് നൽകിയിരുന്നു ഈ പോലീസിൽ ഇപ്രകാരം സ്വയം വിരമിക്കുന്നവരുടെ എണ്ണം കൂടിയത് എന്തുകൊണ്ട് എന്ന് പരിശോധിക്കാൻ. പക്ഷേ ഇതിൽ തുടർ നടപടികൾ ഒന്നും ഇതുവരെ എടുത്തു കണ്ടില്ല എന്നുള്ളതാണ്. ഈ സ്വയം വിരമിക്കുന്നത് എന്തുകൊണ്ട് എന്ന് വിരമിക്കുന്നവർ തന്നെ പറയുന്നുണ്ടാവില്ലോ. എന്തുകൊണ്ട് അവര് വിരമിക്കുന്നു എന്നുള്ളത് അവരാവശ്യപ്പെടുന്ന വിരമിക്കലിന് ആവശ്യപ്പെടുന്ന കാര്യത്തിൽ തന്നെ പറയുന്നുണ്ടാവും. ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞാൻ സർവീസിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ സ്വയം വിരമിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അവർ പറയുന്നുണ്ടാകും. ഇത് പോലീസിലെ ഡ്യൂട്ടിയുടെ പ്രത്യേകത കൊണ്ടും അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഒക്കെയാണ്. പിന്നെ രണ്ടാമത് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് കൊണ്ട് പേർക്ക് ജോലി ചെയ്യാനായിട്ട് ശരിയായിട്ട് ജോലി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് വളരെ അനിശ്ചിതമായ ഡ്യൂട്ടി, വളരെ റെസ്റ്റ് ഇല്ലാത്ത ഡ്യൂട്ടി, അവധി കിട്ടാത്ത ഡ്യൂട്ടി, അപ്പൊ അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥര് അവർക്ക് വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കുന്ന സമയത്ത് എടുത്താല്, ഇപ്പൊ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തവരും പോലീസിൽ നിന്ന് പോയവരും ഒക്കെ വളരെ നല്ല നിലയിലാണ് ജീവിക്കുന്നത്. അവർക്ക് നോക്കിയാൽ അറിയാം, പോലീസിൽ എടുക്കുന്ന എഫർട്ടിന്റെ പകുതി എഫർട്ട് എടുത്താൽ മറ്റു മേഖലകളിൽ അതിനേക്കാളും വളരെ നന്നായിട്ട് ജീവിക്കാൻ സാധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും പോലീസിൽ നിന്ന് പുറത്തു പോകാനായിട്ട് താല്പര്യപ്പെടും. തീർച്ചയായും ശ്രീ സെൻകുമാർ, താങ്കൾ തന്നെ ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ അമിത ജോലി സമ്മർദ്ദമുണ്ട്, ജോലി ഭാരം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2019 മുതലാണ് ഈ പ്രവണത അധികമായി വർദ്ധിച്ചതായി കാണപ്പെടുന്നത്. രേഖകളിൽ അങ്ങനെയാണ്, കണക്കുകൾ പരിശോധിക്കുമ്പോഴും അങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാഷ്ട്രീയ ഇടപെടൽ വർദ്ധിക്കുന്നു പോലീസ് സേനയ്ക്കുള്ളിൽ. തീർച്ചയായും സ്വാഭാവികമായും ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാവൽ നിൽക്കുന്നവരാണ്. അവരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പോലും സമ്മതിക്കാത്ത വിധമുള്ള രാഷ്ട്രീയ ഇടപെടലിന്റെ അതിപ്രസരം അതും ഒരു കാരണമായി പറയുന്നുണ്ട്. താങ്കൾ ചൂണ്ടിക്കാട്ടിയതും കൂടിയാണ്. അതെ അതെ, അത് അങ്ങനെയുണ്ട്. അതായത് എല്ലായ്പ്പോഴും പൊളിറ്റിക്കലായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും പോലീസിന് നിയമപരമായിട്ട് ജോലി ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം. കേസുകളിലും കള്ളക്കേസുകൾ എടുക്കാനും കൗണ്ടർ കേസുകൾ എടുക്കാനും അതുവഴി വാദിയെ പ്രതിയാക്കാനും ഒക്കെയുള്ള സമ്മർദ്ദങ്ങൾ വരുന്ന സമയത്ത് അതിലേക്ക് പോകാതിരിക്കാനായിട്ട് പോലീസുകാർ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ വളരെ കൂടുതലാണ്. അപ്പൊ തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഈ കാര്യങ്ങൾക്ക് വളരെയധികം ആക്കം കൂട്ടുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും കുറേയധികം പോലീസ് ഉദ്യോഗസ്ഥർക്കെങ്കിലും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നീതിപൂർവമായിട്ടൊരു നിയമം നടപ്പാക്കുന്നതിന് സഹായകരമാകുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ സ്വന്തം ആരോഗ്യത്തിന് വരെ അത് ഹാനികരമാകുന്നു എന്ന് തോന്നുമ്പോഴാണ് അവരതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്.